തിരുവനന്തപുരത്തെ പ്രശസ്തമായ SK ഹോസ്പിറ്റലിന് മുന്നിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടെ ഇന്ന് വെറും നെഞ്ചുവേദന എന്ന് പറഞ്ഞു വന്ന 2 പേർക്ക് പ്രോപ്പറായിട്ടുള്ള ചികിത്സ കൊടുക്കാതെ അവരെ കൊന്നിരിക്കുകയാണ് എന്നാണ് അവരുടെ ബന്ധുക്കൾ പറയുന്നത്. എന്തായാലും ഈ ആശുപത്രിക്കെതിരെ ഈ 4 വശത്തുള്ള ഒരു മീഡിയ പോലും ശബ്ദിക്കില്ല. ആ രീതിയിലാണ് ഇവിടുത്തെ പ്രതികരണങ്ങൾ വന്നത്. മീഡിയ പലരും വന്നിട്ട് അവരെ ഇതിനുള്ളിലേക്ക് കടത്തിയില്ല. പക്ഷേ എന്തായാലും ഞങ്ങൾ കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടി ഉള്ളിലേക്ക് പോവുകയാണ്. എന്താണ് ആക്ച്വലി സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് അവരോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം. പുള്ളിക്കാരനൊരു നെഞ്ചുവേദനയായിട്ട് ഇവിടെ വന്നു. ഇവിടെ നെഞ്ചുവേദനയായിട്ട് വന്ന് ഇവിടെ ട്രീറ്റ്മെൻറ്റിന് കയറ്റി. ഇവർ ആദ്യം പറഞ്ഞു മൈനർ അറ്റാക്ക് ആണെന്ന്, പിന്നെ പറഞ്ഞു മേജർ അറ്റാക്ക് ആണെന്ന്, പിന്നെ പറഞ്ഞു അങ്ങനെ ഒരു അറ്റാക്ക് നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഇതാണ് അവർ ആദ്യം ബേസിക്കലി പറഞ്ഞത്. എന്നിട്ട് പേഷ്യൻറ്റിനകത്ത് കയറ്റി അവർ ബ്ലഡ് ഇവിടെ ആൻജിയോഗ്രാം ചെയ്യുന്ന മിഷൻ കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞു. ആൻജിയോഗ്രാം ചെയ്യുന്ന മിഷൻ കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഈ സാധനം ശരിയാക്കാൻ ഇന്ന് രാവിലെ ശരിയാക്കി കിട്ടത്തുള്ളൂ, ഇന്ന് രാവിലെ 10 മണിക്ക് ചെയ്യാമെന്നാണ് അവർ പറഞ്ഞത്. ഇത് പറഞ്ഞിട്ട് പോയതാണ്. പിന്നെ ഒരു വിവരമില്ല. ബ്ലഡ് ക്ലോട്ടായത് മാറാൻ മെഡിസിൻ കൊടുക്കാമെന്ന് പറഞ്ഞു. മെഡിസിൻ കൊടുക്കാമെന്ന് പറഞ്ഞ് പേഷ്യൻറ്റിൻ്റെ ഒരു അപ്ഡേറ്റ്സ് ഇല്ല. ഇന്നലെ രാത്രി 8 മണിക്കാണ് ഞാനിവിടെ വരുന്നത്. എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് ഞാനിവിടെ 8 മണിക്ക് പറഞ്ഞതാണ്. ഇന്ന് രാവിലെ 10 മണി വരെ ഇരുന്നിട്ട് ഒരു അപ്ഡേറ്റ് ഇല്ല. ഈ കാര്യത്തിൻ്റെ ഒരു അപ്ഡേറ്റ് ഇല്ല. അതായത് ഇതിൻ്റെ അകത്ത് ഒരു ഡോക്ടറോ നേഴ്സോ ആരുമില്ല. റിപ്പോർട്ട് ഒരു സെക്യൂരിറ്റി മാത്രമുണ്ട്. പുള്ളിക്കാരൻ അവിടെ ചെയ്യാൻ പറ്റുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്. പുള്ളിക്കാരൻ അപ്പുറം ഒന്നും പറയുന്നില്ല ഇതിൻ്റെ അകത്ത്. എത്ര വയസ്സുണ്ടായിരുന്നു ഈ പേഷ്യൻറ്റിന്? 53 വയസ്സുണ്ടായിരുന്നു. ഫസ്റ്റ് ഇതാണ്. ഇവിടെ നിന്ന് ഇവിടുത്തെ റിപ്പോർട്ട് എടുത്ത് പുറത്തെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന പുള്ളിക്കാരൻ്റെ മരുമോൾക്ക് അയച്ചു കൊടുത്തപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞത് അറ്റാക്ക് ആണെന്നാണ്. എന്നിട്ട് ഇവിടുത്തെ രാവിലെ ഇവിടുത്തെ ഡോക്ടർമാർ വന്നിട്ട് ഈ പറഞ്ഞ ഒരു ഡോക്ടറുണ്ട്, പർട്ടിക്കുലർ ആളുടെ പേര് ഞാൻ മറന്നുപോയി. ആ പുള്ളിക്കാരനെ ഇന്നലെ അവരുടെ ഈ വന്ന ബൈസ്റ്റാൻഡർ കണ്ടതല്ലാതെ ഇന്നത്തെ ദിവസം ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നാളെ നമ്മളെല്ലാവരും ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ, എൻ്റെ അമ്മയ്ക്ക് ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഹോസ്പിറ്റലാണിത്, ഞാൻ ഉൾപ്പെടെ എൻ്റെ കുടുംബം ഉൾപ്പെടെ വരേണ്ടുന്ന ഞങ്ങളുടെ ഏറ്റവും അടുത്തുള്ള തിരുവനന്തപുരത്തെ മെച്ചപ്പെട്ട സൗകര്യങ്ങളുള്ള എന്ന് ഖ്യാതി നേടിയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ തന്നെയാണിത്. അതുകൊണ്ട് എനിക്കും ഭയമുണ്ട്, നാളെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് വേണ്ട ചികിത്സ കിട്ടുകയില്ല, ഇങ്ങനൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ എൻ്റെ വീട്ടുകാർക്കും ചികിത്സ നിഷേധിക്കുമെന്ന ഭയമുണ്ടെങ്കിൽ പോലും ഇനി ഒരാൾക്കും ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കരുത് എന്നതുകൊണ്ട് തന്നെയാണ് വളരെ ശക്തമായി ഞങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യാൻ ഇവിടെ നിൽക്കുന്നത്. ഞങ്ങൾ എപ്പോഴും ഇവിടെ നിന്ന് പുറത്താക്കുമെന്ന് ഞങ്ങൾക്ക് നിശ്ചയമില്ല. അതിനു മുമ്പ് തന്നെ ഞങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം എടുക്കാൻ ശ്രമിക്കുകയാണ്. ഇനി മറ്റൊരാൾ ഇപ്പോൾ മരണത്തിനോട് മല്ലിട്ടു എന്ന് തന്നെ പറയാം. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. മരണത്തോട് മല്ലിട്ട് ഇപ്പോൾ ഉള്ളിൽ മറ്റൊരു പേഷ്യന്റ് കഴിയാണ്. ആ പേഷ്യന്റിന്റെ ബന്ധുവിനോട്, ബ്രദറിനോട് നമുക്ക് സംസാരിക്കാം. ഇന്നലെ രാത്രി ഏകദേശം ഒരു 12 മണിയോടെ ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിൽ പോയതാണ്. പുള്ളിക്ക് അവിടെ പോയപ്പോൾ ഓക്സിജൻ കുറവായിരുന്നു. പുള്ളിക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് എല്ലാം അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. പുള്ളിക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം അറ്റാക്ക്, ആ സമയത്ത് അറ്റാക്ക് സംഭവിച്ചിട്ടുണ്ട്. 2 ടെസ്റ്റും പോസിറ്റീവാണ്. അപ്പോൾ അവർ അപ്പം തന്നെ പറഞ്ഞു ആൻജിയോഗ്രാം ചെയ്യണം, നിങ്ങൾ SK ഹോസ്പിറ്റലിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. വേറെ ഹോസ്പിറ്റലിൽ ഒന്നും പറഞ്ഞിട്ട് നമ്മൾ ചോദിച്ചു ചിത്ര ഹോസ്പിറ്റലിൽ ശ്രീ ചിത്രയിൽ പോട്ടാന്ന് ചോദിച്ചു. അവർ പറഞ്ഞു വേണ്ട, SK ഹോസ്പിറ്റലിൽ പോയാൽ മതി. നമ്മൾ റെഫർ ചെയ്ത് ഇങ്ങോട്ട് വിട്ടു. 1 മണി 1:30 അടുപ്പിച്ച് നമ്മളിവിടെ എത്തി. 1:30 തൊട്ട് പേഷ്യൻറ്റിനെ ഇവിടെ കൊണ്ട് കിടത്തിക്കുകയാണ്. പേഷ്യൻറ്റിന് ഒരു ട്രീറ്റ്മെൻറ്റും ലഭിച്ചിട്ടില്ല. പേഷ്യൻറ്റിനെ കൊണ്ട് കിടത്തിയിട്ട് പേഷ്യൻ്റെ ടെസ്റ്റ് ചെയ്ത റിസൾട്ട് എല്ലാം കാണിച്ചു. സീനിയർ ഡോക്ടറായ രാജേഷ് ഡോക്ടർ, കാർഡിയോയിലെ സീനിയർ ഡോക്ടറായ രാജേഷ് ഡോക്ടർ മൊബൈലിൽ അയച്ചു കൊടുത്തു. ആ ഡോക്ടറിൻ്റെ ജൂനിയർ അതെല്ലാം മൊബൈലിൽ അയച്ചു കൊടുത്തു. മൊബൈലിൽ അയച്ചു കൊടുത്തപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഡിയോപരമായിട്ട് യാതൊരു കുഴപ്പമില്ല, നിങ്ങൾക്ക് വേറെ ഒരു വിഷയമില്ല, നാളെ വീട്ടിൽ പോകും, അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം തന്നെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. ഒരു കുഴപ്പമില്ലാതിരുന്ന് പേഷ്യൻറ്റിനോട് 5.5 മണിക്കൂർ അതേപോലെ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഓരോ 10 മിനിറ്റ് ഇടവെച്ച് പേഷ്യൻറ്റിൻ്റെ റിയാക്ഷൻസ് മാറിക്കൊണ്ടിരുന്നു. പേഷ്യൻ്റ് ഫിക്സ് വരാൻ തുടങ്ങി, പേഷ്യൻ്റ് വായിൽ നൊരയും പതയും വരാൻ തുടങ്ങി, പേഷ്യൻ്റ് ഛർദ്ദിക്കാൻ തുടങ്ങി. ഇതെല്ലാം ഞാൻ ഡോക്ടറിന് സംസാരിക്കുകയാണ്. കാഷ്വാലിറ്റി ഡോക്ടറിന് സംസാരിച്ചപ്പോൾ കാഷ്വാലിറ്റി ഡോക്ടർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിസിൻ കൊണ്ട് വരുന്നതാണ്, നിങ്ങളത് കാര്യമാക്കേണ്ട, മെഡിസിൻ കൊണ്ട് വരുന്നതാണെന്ന്. കാർഡിയോ ഡോക്ടർ എന്നിട്ട് ഇത് ക്രിട്ടിക്കലായി തുടങ്ങിയപ്പോൾ കാർഡിയോ ഡോക്ടർ, കാഷ്വാലിറ്റി ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഡിയോ ഡോക്ടർ എത്തിയിട്ടില്ല, എത്തും വരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല, നിങ്ങൾ കാർഡിയോ ഡോക്ടറെ തന്നെ വിളിക്കണം, നമ്മൾ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് നമ്മളെ പറയുന്നതാണ്. 5 മണിക്കൂർ ആവാറായി 5 മിനിറ്റ് കഴിയണതിന് മുമ്പേ നമ്മൾ പറഞ്ഞ മറുപടി എന്തെന്നറിയാമോ? നിങ്ങൾ പെട്ടെന്ന് വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോ, എങ്കിൽ പുള്ളിയെ ജീവൻ രക്ഷിക്കാം. നമ്മളത് കേട്ട് തിരിഞ്ഞതും പുള്ളി ബ്രീത്ത് ഔട്ടായി. ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോൾ വെന്റിലേറ്ററിലാണോ? 5:30 പുള്ളി ഡെത്തായി. ഇവർ പറഞ്ഞില്ല, വെളുപ്പിന് 5:30 പുള്ളി ഡെത്തായി. ആ പേഷ്യന്റിനെ എടുത്തുകൊണ്ട് ഇവർ വെന്റിലേറ്ററിൽ ഇട്ടുകൊണ്ട് നേരെ ആൻജിയോഗ്രാം ചെയ്യാൻ പോയി. ആൻജിയോഗ്രാം ചെയ്തോ ഇല്ലെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇന്നലെ ആൻജിയോഗ്രാം ചെയ്യേണ്ടതാണ്. ഇവരുടെ മിഷൻ കംപ്ലൈൻ്റ് ആണെന്നാണ് ഇവർ പറഞ്ഞ മറുപടി. കാർഡിയോക്ക് സ്പെഷ്യലൈസ്ഡ് കേട്ട ഹോസ്പിറ്റലാണ്. ഇവരുടെ ആൻജിയോഗ്രാം മിഷൻ കംപ്ലൈൻ്റ് ആണെന്ന് എടുത്തുകൊണ്ട് പോയി. രാവിലെ എടുത്തുകൊണ്ട് പോയിട്ട് നമുക്ക് കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഒരു സ്ക്രീന് കാണിച്ചു തന്നു. ഒരു വിഷയവും. നമ്മൾ പറഞ്ഞു എൻ്റെ ഡിസ്ക് ഡ്രൈവ് തരാൻ പറഞ്ഞു, തന്നില്ല. ഇത്രയും നേരം ചികിത്സിച്ചതിൻ്റെ സമ്മർ തരാൻ പറഞ്ഞു, തന്നില്ല. ഇതെല്ലാം കഴിഞ്ഞ് അവർ പറയുന്നത് 1 മണിയായപ്പോൾ ഇവരൊരു മെഡിക്കൽ
ബോർഡ് വിളിച്ച് ഒരു മെഡിക്കൽ ബോർഡ് മീറ്റിംഗ് കൂടിയിട്ട് ഞങ്ങൾ അതിനോട്ട് വിളിച്ചു. ഞങ്ങൾ അവിടെ ചെന്നു. ഇവർ പറയുന്ന സകലമാന കാര്യവും ഞങ്ങൾ കേട്ടു. ഞങ്ങൾ ആകെ ചോദിച്ച 2 ക്വസ്റ്റ്യൻ. ഒന്ന്, നിങ്ങളെ നഷ്ടപ്പെടുത്തിയ 4 മണിക്കൂറിൽ നിങ്ങൾ എന്ത് ചെയ്തു? അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചോദിച്ചത് അഖിലിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, അതൊന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? അതൊന്നും അവർക്ക് പറയാൻ പറ്റില്ല. ഇവരിങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കൊടുക്കേണ്ടത് കൊടുത്തു, ഞങ്ങൾ കൊടുക്കേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുത്തു എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ പറയുന്നു ഈ 4 മണിക്കൂർ അഖിൽ ഞങ്ങളുടെ ഫ്രണ്ടിലുണ്ട്, നിങ്ങൾ ഒരു ട്രീറ്റ്മെൻറ്റും കൊടുത്തില്ല. അതിനിടയ്ക്ക് എവിടെ നിന്നോ ഒരു പേപ്പറൊക്കെ ഫില്ല് ചെയ്ത്, ഞങ്ങൾ ആകെ ഫില്ല് ചെയ്ത് കൊടുത്ത പേപ്പർ എന്ന് പറയുന്നത് ആൻറ്റിയോഗ്രാം ചെയ്യാൻ വേണ്ടി മാത്രം. വെന്റിലേഷനിലെ കൺസേൺ ഞങ്ങൾ കൊടുത്തിട്ടില്ല, ഞങ്ങൾ വേറെ ഒന്നും കൊടുത്തിട്ടില്ല. അവൻ എന്തൊക്കെയാണ് മരുന്ന് കൊടുക്കുന്നതിനുള്ള ഒരു റിപ്പോർട്ടും തന്നിട്ടില്ല. അവസാനം ഇവിടുത്തെ ഒരു മെഡിക്കൽ സൂപ്രണ്ട് ശ്യാം എന്ന് പറയുന്ന ആളാണ് ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തിയ ആളാണ് ഞങ്ങളോട് സംസാരിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞു ഈ 4 മണിക്കൂർ ഞങ്ങൾ ആൻസർ നിങ്ങൾ തന്നേ പറ്റൂ, ഇല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ പോലീസിൽ റിപ്പോർട്ട് ചെയ്തു. പോലീസ് സ്പോട്ടിൽ വന്നു. അപ്പോൾ പോലീസ് എന്നോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു സാർ ഇതാണ് അവസ്ഥ, ഡോക്ടറെ കൊടുക്കാൻ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഒരേ ഒരു ചാൻസേ ഉള്ളൂ, എഡ്മോ ചെയ്യാം. എഡ്മോ ഇവിടെ ഇല്ല, കിംസിലും ഉണ്ട്, PRSലും ഉണ്ട്. നിങ്ങൾ ഈ ടൈമിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഈ 1% ടൈമിൽ ഞങ്ങൾ എങ്ങനെ കൊണ്ടുപോകും മാഡം? കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ പറഞ്ഞ് ഈ എഡ്മയിൽ കൊണ്ടുപോയി എന്തെങ്കിലും ഉപയോഗമുണ്ടോ? ഉപയോഗമൊന്നുമില്ല, 2 ദിവസം കൂടെ കൂടുതൽ വരും. ഇപ്പോൾ അഖിലിന്റെ മരണവും കൺഫേം ആക്കി. അവർ കൺഫേം ആണ്, അത് പറയുന്നില്ല. ബാക്കി നിങ്ങൾ ഏകദേശം ഉറപ്പിച്ചിരിക്കുകയാണ്. കാരണം 1% പറയുന്നിടത്തും ഈ വെന്റിലേഷൻ മാറ്റിയ സാധ്യതയില്ല എന്ന് പോലീസിനോട് പറഞ്ഞു. പോലീസ് ചോദിച്ചു ഒരു ചാൻസെങ്കിലും ഉണ്ടെങ്കിൽ അവർ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകുന്നു പറഞ്ഞപ്പോൾ സാധ്യതയില്ല എന്ന് ഞങ്ങളുടെ മുമ്പിൽ വെച്ചു. ഈ മെഡിക്കൽ ഓഫീസർ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ ഇത്രയും നേരം കൊണ്ട് ഒരു 3-4 മണിക്കൂർ കൊണ്ട് ഉള്ള മീഡിയാസ് മൊത്തം നമ്മൾ വിളിക്കുകയാണ്. ഉള്ള മീഡിയാസിനെ മൊത്തം വിളിച്ച് ഒരു മീഡിയാസ് പോലും ഇവിടെ വന്നിട്ടില്ല, തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്താണ് ഇവിടെ നടക്കുന്നതെന്നോ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്നോ ഒന്നുമില്ല. ഇടയ്ക്ക് മീഡിയാസ് വന്നപ്പോൾ ഇവിടെ നിന്ന് ഇറക്കി വിട്ടു. ടിവിയുടെ വന്നു, അവരെ ഇവിടെ നാട്ടി ഓടിച്ച് അവരെ ഇവിടെ നിങ്ങളോട് ആര് പറഞ്ഞെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് എല്ലാവരും കൂടെ ഇറക്കി വിട്ടു. അങ്ങനെയാണ് ഞങ്ങൾ മേഡത്തിനെ വിളിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങൾ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ആ മെഡിക്കൽ ഓഫീസർ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ വീഡിയോ വിളിച്ചോ, വിഷയമില്ല, പോലീസിനെ വിളിച്ചോ, നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്തോ. ആ പറഞ്ഞത് അയാളെ ദാഷ്ടുണ്ട്. കാരണം ഇവരെ എല്ലാം ഇവരുടെ കയ്യിലാണെന്നുള്ളതിനുള്ള 100% പറഞ്ഞു. ഞങ്ങൾ ആ വിഷമിച്ചിരിക്കുന്ന ഞങ്ങളുടെ ഒരു ഹോപ്പിൻ്റെ ഒരു വേടം അവർ പറഞ്ഞാൽ മതിയായിരുന്നു. ജസ്റ്റ് ഞങ്ങളൊന്ന് പരിശ്രമിക്കുക, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. ആ വേടിന് പേര് അവർ നമ്മളോട് പറഞ്ഞത്. ഇവർ ഈ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിനെ പ്രസവിച്ചിട്ട്, എൻ്റെ ചേച്ചി കൊച്ചിനെ പ്രസവിച്ചിട്ട് 30 ദിവസമേ ആയുള്ളൂ. അവളുടെ പോയി ഞാൻ എന്ത് പറയും? അവളുടെ ഹസ്ബൻഡ് ഇങ്ങനെ കിടക്കുകയാണെന്ന് പറയാൻ പറ്റുമോ? അവളുടെ ഇപ്പോൾ എന്ത് പറയും? നിങ്ങൾ കേൾക്കേണ്ടത് നിങ്ങൾ ഇതൊക്കെയാണ്. ആൻജിയോഗ്രാം ചെയ്താൽ രക്ഷപ്പെടാമെന്ന് പറഞ്ഞ പേഷ്യൻ്റാണ്. ഒരു കുഴപ്പമില്ല, 100% ചാൻസിൽ രക്ഷപ്പെടുത്തിയിരുന്നത്. എന്താണ് ശരിക്കും സംഭവിച്ചത്? കുറച്ച് മെഡിക്കൽ കോളേജിലാണ് മുമ്പേ കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവര് പറഞ്ഞു അവിടെ ബെഡില്ല, പിന്നെ ICU ഇല്ലെന്ന് പറഞ്ഞു. ബെഡ് ഷെയർ ചെയ്താൻ പറ്റുമെന്ന് നോക്കുമ്പോഴത്തേക്ക് അതും പറ്റൂലെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടുന്ന് നേരെ ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവിടെ കൊണ്ടുവന്ന് അവിടെ 1 മണിക്കൂർ കിടത്തി നോക്കിയപ്പോൾ അവിടെ കാർഡിയോളജിയില് ഇത് കാണിക്കണം. അപ്പോഴത്തേക്ക് നേരെ SKയിലോട്ട് കൊണ്ടുപോകാൻ അവർ തന്നെ പറഞ്ഞ് SKയിൽ ഇവിടെ കൊണ്ടുവന്ന് നോക്കിയിട്ട് എന്റെ മോൻ വന്നപ്പോഴത്തേക്ക് നല്ല രീതിയിലാണ് ഇവിടെ വന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് കിടത്തി നെഞ്ചുവേദനയെന്ന് പറഞ്ഞു. ഡോക്ടർമാര് നോക്കിയിട്ട് നെഞ്ചുവേദനയല്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പിന്നെ ബ്ലോക്ക് ഉണ്ട്, ഉടനെ ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുറെ നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം കൂടെ അകത്ത് കയറ്റിട്ട് ഒരു ബ്ലോക്കല്ല, ഇത് കണ്ട ഇത് ബ്ലോക്കല്ല എന്തോന്നൊക്കെ TV കാണിച്ചിട്ട് ഇറങ്ങി. അത് താഴെ വെച്ച് വന്നതിന് അവൻ കുറെ പ്രാവശ്യം ശബ്ദിച്ചിട്ട് പിന്നെ അവന് ഓർമ്മയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ ആൻജിയോഗ്രാം ചെയ്യണമെന്ന് അവര് പറഞ്ഞിട്ട് പിന്നെ ICUയിൽ കൊണ്ടുവന്നിട്ട് അവിടെ ആൻജിയോഗ്രാം ചെയ്യണമെന്ന് ICUയിൽ കയറ്റിയിട്ട് നേരെ ഇവിടെ ഇപ്പോഴത്തെ റൂമിൽ കൊണ്ടുവന്നു. ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി വരെയാണ് ചെയ്തത്. പിന്നെ ബാക്കിയുള്ളവരാണ് അകത്തുനിന്ന് കുറെ നേരം അപ്പൊ എൻ്റെ ഇവിടെ വന്നിരുന്നോളാൻ പറഞ്ഞു. പിന്നെ ബാക്കിയുള്ളവരാണ് കുറെ നേരം സംസാരിച്ചത്. അപ്പൊ ഡോക്ടർ പറഞ്ഞു പിന്നെ എന്തോന്നൊക്കെ പറയുന്നത്. ഡോക്ടറോട് എന്തോന്നാണ് അസുഖം എന്ന് വെച്ചപ്പോഴത്തേക്ക് അത് ഹാർട്ടിനല്ല,
എന്തിനാണ് അത് എന്തിനെന്ന് തെളിച്ചു പറയണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു അത് പിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. ബാക്കിയൊന്നും പറഞ്ഞു തന്നാ മതി. ഇവരെ ഭാഗത്തു നിന്നുള്ള വീഴ്ച എന്താണെന്ന് ചികിത്സാ പേര് തന്നെയാണ് ഒരു ഭാഗത്തു നിന്നുള്ള വീഴ്ച. ഇവര് ശരിക്കും എന്റെ മക്കളെ നോക്കിയിരുന്നെങ്കിൽ ഇങ്ങനെ വരികയെന്ന് ഞങ്ങൾ വന്നപ്പോൾ നല്ലപോലെ വന്ന എന്റെ മക്കളാണ്. ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ 100% പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരാളാണ്. പ്രത്യേകിച്ചും ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ 100% പ്രതീക്ഷ അർപ്പിക്കുന്ന ആളാണ്. പ്രത്യേകിച്ചും കാർഡിയോ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാം ചെയ്യാമെന്ന് ഉറപ്പ് തന്നിട്ട് ലാസ്റ്റ് മിനിറ്റിൽ ഇനി ഒന്നും ചെയ്യാനില്ല, ഞങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇവരെ പോലുള്ളവർ, നമ്മളെ പോലുള്ളവർ, എന്തിനാണ് അവരെ പറയുന്നത്, നമ്മളെ പോലുള്ളവർ എന്താണ് ചെയ്യുക? നമുക്കറിയുമോ എന്താണ് നമ്മുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്നത് എന്നുള്ളത് നമുക്കറിയുമോ? അതറിയാൻ ഈ ഡോക്ടേഴ്സിന് മാത്രമേ സാധിക്കൂ. അവർ പോലും ഇത്തരത്തിൽ നീചമായിട്ടുള്ള പ്രവർത്തികൾക്ക് കൂട്ടുനിൽക്കുമ്പോൾ നമ്മൾ ആരെയാണ് നാളെ ആശ്രയിക്കേണ്ടത്? എന്തായാലും ഈ ആശുപത്രിയെക്കുറിച്ചും ഈ ആശുപത്രിയുടെ അധികാരികളെക്കുറിച്ചും ഒക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇത്തരത്തിൽ മുൻപും പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ധൈര്യമായി തന്നെ ഇത് റിപ്പോർട്ട് ചെയ്യുകയാണ്. നാളെ ഒരുപക്ഷെ എനിക്കും എൻ്റെ 74 വയസ്സ് പ്രായമുള്ള എൻ്റെ അമ്മയ്ക്കും ഇവിടെ ചികിത്സ നിഷേധിക്കുമായിരിക്കും. ഇനി ഒരാൾക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല. കുവൈറ്റിൽ ജനങ്ങൾ വെന്തുമരിച്ചപ്പോൾ, മലയാളികൾ വെന്തുമരിച്ചപ്പോൾ അവരുടെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാൻ വേണ്ടി അവിടെ പോകണമെന്ന് പറഞ്ഞ ഒരു ആരോഗ്യമന്ത്രിയുണ്ട് നമുക്ക്. പക്ഷെ ആ ആരോഗ്യമന്ത്രി എവിടെയെന്ന് ഇതിനകത്ത് കരഞ്ഞുകൊണ്ട് പലരും ചോദിക്കുന്നുണ്ട്. അതിനുള്ള മറുപടി ആരോഗ്യമന്ത്രി തരുമോ എന്ന് നമുക്കറിയാം. കാത്തിരുന്ന് കാണാം.